ബാക്കി അല്ലേ വേണ്ട, ബാക്കി താനെടുത്തോ. ആരാത്? ഞാനാ ചക്കച്ചാമ്പറമ്പിലെ ജോയി. ആഹാ, ജോയിയോ? പോണ്ടിച്ചേരിന്ന് നീ എപ്പോ എത്തി? ഞാൻ വരുന്ന വഴിയാമ്മേ. എങ്ങനെയുണ്ട് അവിടെ? ജോലിയൊക്കെ കിട്ടിയോ? എവിടെ, ഒന്നും ശരിയായില്ല. ഒടുക്കം ഞാൻ എന്റെ ഇളയപ്പന്റെ കൂടെ തന്നെ അങ്ങോട്ട് കൂടി. അത് നന്നായി. ഇളയപ്പൻ എന്താ ജോലി? ഇളയപ്പന് ജോലിയൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാ ജോലി അന്വേഷിച്ച് നടക്കുന്നത്. എങ്കിൽ പിന്നെ അന്യ നാട്ടിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാണ്ട് ഇങ്ങോട്ട് പോന്നൂടെ നിനക്ക്? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ ഒരു കെട്ടിടം പെയിന്റ് ചെയ്യാനുള്ള കോൺട്രാക്ടിന് വേണ്ടി ഇളയപ്പൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയായി വന്നാൽ ഉടനെ ഞാൻ തിരിച്ചു പോകും. അല്ല, അരവിന്ദനും ചന്തു എന്താ ഇവിടെ ഇല്ലേ? രാവിലെ അമ്പലത്തിൽ പോയതാ, അവിടെ ഉണ്ടാവും രണ്ടാളും. അയ്യോ, ഞാൻ കാറും വിട്ടല്ലോ. ഇല്ലെങ്കിൽ എനിക്ക് അവിടെ പോയി ഇറങ്ങായിരുന്നു. അതിനെന്താ, ഉമ കോളേജിൽ പോകുന്ന വഴിയല്ലേ, അവൾ അവിടെ ഡ്രോപ്പ് ചെയ്യും. ഉമേ. ഹായ്, ജോയ്ച്ചാനോ? ആളെ കാണാനില്ലല്ലോ. ഇപ്പൊ എവിടെയാ? ഇപ്പൊ ഇവിടെയാ. അത് മനസ്സിലായി. എവിടെയോ ജോലി കിട്ടി, മല മറിക്കുന്നൊക്കെ പറഞ്ഞു പോയിട്ട് മതിയായോ? എനിക്ക് മതിയായില്ല, അവർക്ക് എന്നെ മതിയായി. ഓഹോ, അപ്പൊ അവിടെ ബുദ്ധിയുള്ളവരും ഉണ്ട്. ഞാൻ ചെന്നതിന് ശേഷം അവർക്ക് ബുദ്ധി വെച്ചു. ഈ ബാഗ് ഇവിടെ ഇരിക്കട്ടെ. ഉമ്മ കോളേജിലേക്കല്ലേ? ഞാനുണ്ട്. കോളേജിലേക്കോ? നീ പോകുന്ന വഴിക്ക് അവനെ ഒന്ന് അമ്പലത്തിന് മുന്നിൽ ഇറക്കിയരെ. അരവിന്ദനും ചന്തു ഉണ്ടല്ലോ അവിടെ. ആഹാ, ഫ്രണ്ട്സിനെ കാണാണ്ട് ശ്വാസം മുട്ടി നിൽക്കുകയാണല്ലേ. വാ. ഇതിലാണോ പോകുന്നത്? പിന്നെ എന്തിലാണോ കരുതിയ? ഫ്ലൈറ്റിലാണെന്നോ? കേറിങ്ങോട്ടോ. ഇതിൽ ഞാനില്ല. എന്താ ഇതിൽ കയറി ശരിയാവില്ല. എന്താ ശരിയാവാത്ത? നിനക്കെന്താ ജോയി? നിന്റെ കുഞ്ഞു പെങ്ങളല്ലേ അവള്? അവളുടെ കൂടെ സ്കൂട്ടറിൽ പോയാലെന്താ? താങ്ക്സ് അലോട്ട്. കൊണ്ടുവന്ന് വിട്ടതിനല്ല, ജീവൻ തിരിച്ചു തന്നതിന്. എന്തിനാ ആദ്യം എന്റെ പുറകെ കേരളാന്ന് പറഞ്ഞ? അതിനുള്ള ശിക്ഷയാ. ഇറങ്ങ. ഇവിടെ പെണ്ണുങ്ങളും താല്പര്യമൊന്നും കാണുന്നില്ലല്ലോ. അത് ശരി. അപ്പൊ കൂട്ടുകാരെ കാണാനല്ല, പെണ്ണുങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നത്? അതല്ല, പെണ്ണുങ്ങളും താല്പര്യമൊന്നും ഇല്ലെങ്കിൽ അരവിന്ദൻ അമ്പലത്തിലേക്ക് വരാറില്ലല്ലോ. ജോയ്ച്ചായി മറന്നോ? ഇന്ന് ചിന്നന്റെ ആണ്ടല്ലേ, ചന്തോട്ടം ബലിയിടാൻ വന്നതാ. വർഷം 9 കഴിഞ്ഞില്ലേ ചന്തു? പിന്നെ നീ ഇങ്ങനെ? 9 എത്ര വർഷം കഴിഞ്ഞാലും എന്റെ ഈ വേദന മാറാൻ പോണില്ല. അവനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോടാ. കൂട്ടുകാരൻ വന്ന് കാത്തിരിപ്പുണ്ട്. നീ എപ്പത്തി? കുറച്ചേരായി. ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? ഉവ്വ. നീ പോയ ജോലി എന്തായി? പോയ ജോലി പോയി. പോയാ? എന്ത് ജോലിയായിരുന്നു? പോണ്ടിച്ചേരി ചന്തയിൽ വളക്കച്ചവടം. വളക്കച്ചവടോ? അപ്പൊ പെമ്പിള്ളേരുടെ കൈക്ക് പിടിക്കാൻ നല്ല ചാൻസ് ആയിരിക്കും അല്ലേ? ചാൻസ് ആയിരുന്നു. അങ്ങനെയാണല്ലോ ജോലി പോയത്. എങ്ങനെ? അവിടുത്തെ ഒരു കൗണ്ടറുടെ സുന്ദരിയായ മകൾ ഒരു ദിവസം വളയിടാൻ വന്നു. ഞാൻ അവളുടെ കൈക്ക് ആസ്വദിച്ചൊന്ന് പിടിച്ചു. ആസ്വദിക്കണമല്ലോ. എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. എന്ത് പറഞ്ഞു? പിടിച്ചോ എന്ന് പറഞ്ഞു. എന്നോടല്ല, പോലീസുകാരോട്. പിന്നെ 3 ദിവസം കഴിഞ്ഞ് എന്നെ ലോക്കപ്പിൽ നിന്ന് വിട്ടത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കറുത്ത തുപ്പട്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എടാ, കറുത്ത തുപ്പട്ടക്കാരിക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. ഞാൻ എന്താ വരുന്നേ? ഇവന്റെ ഈ ഗുഡ് മോർണിംഗിന് ഇപ്പോഴും ഒരു കുറവില്ല അല്ലേ? നിന്റെ സൂക്കേടിന് ഇപ്പോഴും ഒരു കുറവില്ലല്ലോ. പിന്നെന്താ? അതുപോട്ടെ, നീ എന്തിനാ എന്നോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ് കത്തയച്ചത്? പറയാം, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. വാ. എന്താടാ പറയാനുള്ളത്? എന്താണെന്ന് വെച്ചാ പറ. ചിന്നം മരിച്ച ശേഷം നീയും കൂടെ നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ അരവിന്ദന്റെ കൂടെ താമസമാക്കിയത്. ഇപ്പൊ തോന്നുന്നു അത് വേണ്ടായിരുന്നു. ഒരു കാരണവശാലും ഞാൻ ആ വീട്ടിൽ പോയി താമസിക്കാൻ പാടില്ലായിരുന്നു. എന്താ? അവന്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അവരെന്നെ എന്തെങ്കിലും പറയോടാ. പിന്നെന്താ പ്രശ്നം? പ്രശ്നം ഉമയാണ്. ഇങ്ങനെ വളച്ചുകെട്ടി പറഞ്ഞാൽ മനസ്സിലാവാൻ ഞാൻ ബുദ്ധിജീവിയൊന്നല്ല. നീ കാര്യം പറ. ഞാൻ അവളുടെ ഏട്ടന്റെ കൂട്ടുകാരനല്ലേ. എന്നെ അവൾ എങ്ങനെയാ കാണേണ്ടത്? ഇപ്പൊ എങ്ങനെയാ കാണുന്നത്? കുഴപ്പമാ. പ്രേമ? അവളുടെ മനസ്സിൽ എന്ത് കുന്തമാണെന്ന് എനിക്കറിഞ്ഞൂടാ.
നിന്റെ മനസ്സിൽ എന്ത് കുന്താ? അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. എനിക്ക് ആ വീട്ടിലോട്ട് പോകാൻ തന്നെ പേടിയാണ്. അവക്കൊന്നിനും ഒരു ബെല്ലും ബ്രേക്കും ഇല്ല. എന്ത് പറഞ്ഞാലും മനസ്സിലാവുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അവളെ മനസ്സിലാക്കിക്കണം. അതെ, ഞാൻ പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല, കാരണം അവളുടെ പ്രായത. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ എന്ത് കൂടുവോത്രം ചെയ്തിട്ടാണെങ്കിലും അവളെ ഇതിന്ന് പിന്തിരിപ്പിക്കണം. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിക്കളയും, പറഞ്ഞേക്കാം. ഓക്കെ. ഇതെന്താ രണ്ടുപേരും കൂടെ? ഹേയ് ചുമ്മാ. ഈ കണ്ണടയെ പോച്ചു. കണ്ണട? അയ്യേ, എന്താ ഇത് കണ്ണടയൊക്കെ വെച്ച്? വയസ്സായ പോലെ എടുത്തോ? അതെ, ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യവും പറയണ്ട. വാ, ജംഗ്ഷനിലേക്ക് വാ. കണ്ടോടാ, ഞാൻ എവിടെ ചെന്നാലും പെമ്പിള്ളേർ അവിടെ എത്തും. ഞാൻ എത്തിയാനാ. നീ ഒന്നും ചെയ്യണ്ട, അങ്ങോട്ട് നോക്കാതിരുന്നാ മതി. എന്തിനാ നോക്കാതിരിക്കുന്നത്? നീ നോക്കണായിരുന്ന ആ പെമ്പിള്ളേര് നമ്മുടെ സൗന്ദര്യത്തിൽ വീണിരിക്കുക. നീ അങ്ങോട്ട് ചെല്ല് ധൈര്യമായിട്ട്. അവിടെ ചെന്നിട്ട് എന്താ ചോദിക്കണ്ടത്? ഐസ്ക്രീം കഴിക്കണമെന്നോ സിനിമയ്ക്ക് പോവാന്നോ? ഐസ്ക്രീം കഴിച്ചിട്ട് സിനിമക്ക് പോവാന്ന് പറ. നീ ഒന്ന് ചുമ്മാ തിരിയടാ. നീ ചുമ്മാരി, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. നീ ചെല്ലടായിരുന്ന. ഉം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നീ പതിവ് പോലെ നിന്റെ ഗുഡ് മോർണിംഗ് തുടങ്ങ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് എങ്ങോട്ട് പോകാനാണ് ഈ ബസ്സിനകത്ത് നിൽക്കുന്നത്? കോളേജിലേക്ക്. അയ്യേ, എന്നും കോളേജിലേക്കല്ലേ പോണത്? ഒരു ദിവസം ഒരു ചേഞ്ച് ഒക്കെ ആവാം. കോളേജിലേക്ക് പോകണ്ട, എന്ത് ചേഞ്ച്? ഐസ്ക്രീം കഴിക്കാൻ പോവാം, സിനിമയ്ക്ക് പോവാം. അരവിന്ദേട്ടനല്ലേ? അതെ, എന്നെ എങ്ങനെ അറിയാം? അരവിന്ദേട്ടന് ഞങ്ങളെ ഓർമ്മയില്ലേ? ഞങ്ങൾ എത്രയോ വട്ടം വീട്ടിൽ വന്നിരിക്കുന്നു. ഞങ്ങൾ ഉമ്മയുടെ ക്ലാസ്സിലെ കൂട്ടുകാരികളാ. അവൻ നമ്മളെ പരിചയപ്പെടുത്തുക. ഒന്ന് വിഷ് ചെയ്യടാ. ഓടാ. ഹലോ. ഓട്ടോ. എങ്ങോട്ട് പോന്നു? എനിക്ക് അത്യാവശ്യമായിട്ട് ഓട്ടോറിക്ഷ സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടാ ചേട്ടാ? എങ്ങോട്ടെങ്കിലും പോടൂ. ഇവരെവിടെ ഈ ഓട്ടോ പിടിച്ചു പോന്നു? ഐസ്ക്രീം വാങ്ങിക്കാൻ പോവായിരിക്കും. ഓടാ, ഓട്ടോ ഓട്ടോ. ആ ഓട്ടോടെ പറയുമോ? എന്താ അവനൊന്നും മിണ്ടാതെ പോയത്? എന്താ ഉമ്മ നിനക്ക്? നീ എന്താ ഈ കാട്ടണേ? ക്ലാസ്സിൽ പോയില്ലേ ഇന്ന്? ഇല്ല, ഇങ്ങോട്ട് പോണില്ല. എവിടെ ആള്? എന്റെ പുന്നാര ഏട്ടൻ. എന്തിനാ? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ. ഇളിക്കുന്നത് കണ്ടില്ലേ? കാമദേവനാന്നാ വിചാരം. കൊരങ്ങൻ. നിനക്കെന്ത് ഭ്രാന്തായിന്ന്? ഭ്രാന്ത് എനിക്കല്ല, അമ്മയുടെ പൊന്നുമല്ല ഭ്രാന്ത്. കാമഭ്രാന്ത്. മേലും കീഴും നോക്കാതെ വർത്താനം പറഞ്ഞോ ഓടിച്ച് പല്ല് ഒഴിക്കും. എന്താ ഇത്? എന്തിനാ അവളെ അടിക്കുന്നത്? അവള് പറയുന്നത് കേട്ടില്ലേ ചേച്ചി? ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞതാ കുറ്റം. എന്താ എന്താ ബഹളം ഇവിടെ? ഇന്ന് എന്താ ഏട്ടൻ ചെയ്തെന്ന് വല്യച്ഛനും വല്യമ്മയ്ക്കും അറിയോ? എന്റെ കൂടെ പഠിക്കുന്ന എന്റെ കൂട്ടുകാരികളോട് എന്ത് വൃത്തിയാണ് ഏട്ടൻ പോയി പറഞ്ഞെന്നറിയോ? ഏട്ടനോട് ഏതെങ്കിലും ഹോട്ടലിലേക്കോ സിനിമയ്ക്കോ ചെല്ലാൻ. ഇതുവരെ ഒരുത്തി എന്റെ നേരെ വന്നിട്ടില്ല. ഇപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ തലയുയർത്തി നടക്കാൻ വയ്യുണ്ടാക്കിയില്ലേ ഏട്ടൻ? എല്ലാവരും കൂടി എന്നെ കളിയാക്കി കൊല്ലുക. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവനിങ്ങി വന്നോട്ടെ. ഇന്നത്തോടെ അവന്റെ ഈ സ്വഭാവം ഞാൻ അവസാനിപ്പിക്കും. പിന്നെ ഇങ്ങോട്ട് ഒന്ന് പ്രതീക്ഷിക്ക. ഫോട്ടോ ഒക്കെ വലിച്ചെറിയുന്നത്? ആ പെമ്പിള്ളേർ ഉമ്മയോട് എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നത്. തോന്നണതല്ല, പറഞ്ഞു. അതിന് നീ പേടിച്ചോടുന്നതിന്? അവൾ നിന്റെ അനുജത്തിയല്ലേ, അമ്മായി ഒന്നല്ലല്ലോ. നീ ധൈര്യമായിട്ട് ചെല്ലടാ. ചന്തു, നമുക്ക് പോയിട്ട് പിന്നെ വരാം. ചതിയാ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാ മതി നീ. ഇത് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള കാര്യമാണ്. കുടുംബകാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല. മര്യാദയ്ക്ക് അകത്ത് എന്ന് എന്തെങ്കിലും പറഞ്ഞ് അവളെ തളച്ചില്ലെങ്കിൽ നീ ഇനി പോണ്ടിച്ചേരി കാണൂല. ഇത് വലിയ ശല്യമല്ലോ. ഇപ്പൊ വലിയ ശല്യമല്ലേ? നിന്റെ സൗന്ദര്യത്തിൽ അവളുമാര് മയങ്ങിന്ന് പറഞ്ഞ് നീ അല്ലേടാ ഉമ്മയുടെ കൂട്ടുകാരെ മുമ്പിലേക്ക് അവനെ തള്ളിവിട്ടത്. പോയി സമാനം ഉണ്ടാക്കാൻ നോക്കണം. എന്നാ പിന്നെ നീയും കൂടെ വാ. എന്തിന്? ഈ വക വൃത്തിയുടെ കാര്യത്തിനൊന്നും എന്നെ കിട്ടില്ല. തനിച്ചങ്ങ് പോയാ മതി. തനിച്ച് പോയാൽ മതി. അങ്ങനെ അപ്പൊ നിന്റെ രാവിലത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേറെ ആളെ നോക്കിക്കോ. രാവിലത്തെ എന്ത് പ്രോബ്ലം? ഞാനിവിടെ പോകുന്ന നല്ലതല്ലേ? ആ, പൈലറ്റ് എസ്കോട്ട് എത്തിയല്ലോ. എവിടെ നമ്മുടെ പൂവാലൻ? വല്ല പെമ്പിള്ളേരുടെയും പിന്നാലെ പോയോ?
പൂവാലിനോ? അങ്ങനെ പറഞ്ഞാൽ എന്താ? നിനക്ക് മനസ്സിലായില്ലേ? നമ്മളോട് SSLCക്ക് പിടിച്ച പൂവാലിൻ അബ്ദുൾ റഹ്മാൻ എപ്പോഴും പെമ്പിള്ളേരെ പറയാൻ നടക്കുന്നത്. അവൻ എന്ത് എന്നാ ചോദിച്ചത്. അവൻ പെട്ടെന്ന് പിത്തം പിടിച്ച് ചത്തുപോയില്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ്, ഒന്നും അറിയാത്ത പച്ച പാവങ്ങള്. ഇതിനെ രണ്ടിനെയും പറഞ്ഞു പഠിപ്പിച്ചു വിട്ടിരിക്കാ വല്യച്ഛാ. ഇന്ന് എന്തായിരുന്നു ആ പെൺകുട്ടികളുമായിട്ട് ബസ് സ്റ്റോപ്പില്? അയ്യേ, ഈ ചന്തു അരവിന്ദനൊന്നും ആ ടൈപ്പല്ല. അപ്പൊ നീയോ? ഞാൻ നേരത്തെ ആ ടൈപ്പല്ലല്ലോ. എന്റെ കൂട്ടുകാരികളോട് എന്ത് വൃത്തിയോടെ ഏട്ടൻ പറഞ്ഞെന്ന് ചോദിക്കും വല്യച്ഛാ. കൂട്ടുകാരികളോ? ആ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന ഉമയുടെ കൂട്ടുകാരികള്? അവരുമായിട്ട് അധികം ചങ്ങാത്തം വേണ്ടട്ടോ, അവരത്രക്ക് നീറ്റല്ല. ഇപ്പൊ അവരായോ നീറ്റല്ലാത്തത്? ആ കുട്ടിയോട് ചെന്ന് അസംബന്ധം പറഞ്ഞ നിങ്ങളുടെ ഫ്രണ്ട് എന്താ, മിസ്റ്റർ ക്ലീനാ? മിസ്റ്റർ ക്ലീൻ ഒന്നുമല്ല, പക്ഷെ അവന്റെ സ്ഥാനത്ത് ഞാനോ ഉമയായിരുന്നെങ്കിൽ അവളുമാരെ അടിച്ചേനെ. അവര് ചെയ്ത പണി എന്താണെന്നറിയോ വല്യച്ച? ഇവന്റെ മുഖത്ത് നോക്കി അവരിൽ ഒരുത്തി പറയാ ഐ ലവ് യു. കണ്ടോ ഇവൻ നിന്ന് പരുങ്ങുന്നത് കണ്ടോ? ഇതേപോലെ ആ പെണ്ണിന്റെ മുമ്പിൽ ഇവൻ നിന്ന് പരിങ്ങിയപ്പോ അരവിന്ദൻ ചെന്നവരെ നല്ല ചീത്ത വിളിച്ചു. അതിന്റെ ചൊരുക്കാണ് ആ പ്രേമരോഗികൾക്ക്. അതിന്റെ പ്രതികാരമായിട്ടാണ് ഉമയുടെ അടുത്ത് വന്ന് മൊത്തം കാര്യങ്ങൾ അവർ മാറ്റി പറഞ്ഞത്. അരവിന്ദൻ വെറും നിരപരാധിയാണ്. That's all. ആഹാ, ഇത്രേ ഉള്ളൂ വല്യമ്മേ. പെൺകുട്ടികൾ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയ പിന്നെ ചീത്ത വിളിക്കല്ലാണ്ട് എന്താ ചെയ്യാ? ദേ, എഴുന്നേറ്റ് പോന്നേ, വേറെ ജോലിയില്ല. വല്യച്ഛ, എന്നാൽ അവരെന്റെ കൂട്ടുകാരികളല്ലേ? ഏയ്, ഇനി ഈ കേസ് എടുക്കുന്നില്ല. സ്വന്തം പെങ്ങളുടെ കൂട്ടുകാരികളോട് പോയി പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു മര്യാദക്ക് വേണ്ടേ? ആ മര്യാദ ഉമയ്ക്കും ഇല്ലല്ലോ. ഏട്ടന്റെ കൂട്ടുകാരനാണെന്നുള്ള ബോധവും പരിധിയൊന്നും ഉമയും കാണിക്കാറില്ലല്ലോ. ചന്തുട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? ചതിയൻ ചന്തു, ഞാൻ പറയണതും കാട്ടുന്നതൊക്കെ എല്ലാവരോടും പോയി വിളമ്പി രസിക്കലല്ലേ പണി? ഏയ്, ഞാൻ ആരോടും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പിന്നെ ഗണിച്ചു പറഞ്ഞതോ ജോച്ചാൻ? പിന്നൊരു കാര്യം, ഏട്ടന്റെ കൂടെ നടന്ന് എല്ലാ വഷളത്തരവും പഠിച്ച് പെമ്പിള്ളേരുടെ വായി നോക്കാൻ നടന്നാലുണ്ടല്ലോ. പൊയ്ക്കോ. ഏതായാലും എല്ലാം പറഞ്ഞില്ലേ, ഇതോടെ ചെന്ന് പറഞ്ഞേക്ക്.